അമേരിക്കൻ ചേരിക്ക് കനത്ത പ്രഹരം നൽകിക്കൊണ്ട് റഷ്യൻ സൈന്യം യുക്രൈൻ തലസ്ഥാനത്തെ തന്നെ ആക്രമിച്ചു. റഷ്യയിൽ കടന്നുകയറി നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് വലിയ വിലയാണ് യുക്രൈൻ ഇപ്പോൾ നൽകേണ്ടി വന്നിരിക്കുന്നത്. പ്രതികാരം ചെയ്യുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയതിനു ശേഷം നടന്ന ആക്രമണം തടയാൻ അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും കഴിഞ്ഞില്ല. റഷ്യയുടെ ആക്രമണത്തിൽ യുക്രൈൻ മിലിറ്ററി എയർഫീൽഡ് ഇൻഫ്രാസ്ട്രക്ചറുകളും ഡ്രോൺ സ്റ്റോറേജ് കേന്ദ്രങ്ങളും തകർന്നടിഞ്ഞു. ഇക്കാര്യം റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രസ്താവന പ്രകാരം ഒറ്റയടിക്ക് 143 പ്രദേശങ്ങളിലാണ് ആക്രമണം നടന്നത്. യുക്രൈൻ സൈനികരെയും സൈനിക ഉപകരണങ്ങളെയും ലക്ഷ്യമാക്കി യുദ്ധവിമാനങ്ങളും ഡ്രോണുകളുമാണ് റഷ്യൻ സൈന്യം ഉപയോഗിച്ചത്. മിസൈൽ സേനകളും പീരങ്കി സേനയും കൂടി ആക്രമണത്തിൽ പങ്കുചേർന്നതോടെ യുക്രൈനിലെ സകല പ്രതിരോധ കോട്ടകളും ചാമ്പലാക്കുകയാണ് ഉണ്ടായത്. റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ 14 ഫിക്സഡ് വിംഗ് ഡ്രോണുകളും വെടിവെച്ചിട്ടുണ്ട്. പ്രത്യേക സൈനിക നടപടിയുടെ തുടക്കം മുതൽ താഴെ പറയുന്ന യുക്രൈൻ യൂണിറ്റുകൾ നശിപ്പിക്കപ്പെട്ടു എന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും പറയുന്നത്. റഷ്യയുടെ യുക് ബാറ്റിൽ ഗ്രൂപ്പ് തന്ത്രപരമായ സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തുകയും ഡൊണറ്റ്സ്ക് പീപ്പിൾ റിപ്പബ്ലിക്കിലെ ഡ്രൂഷ്കോവ്ക, കോൺസ്റ്റാന്റോവ്ക, ചസോവ്യാർ, ആർടെമേ, കുരോഗോവ എന്നിവയ്ക്ക് സമീപമുള്ള എയർ മൊബൈൽ ബ്രിഗേഡുകൾ ലക്ഷ്യമാക്കിയുള്ള യുക്രൈൻ ആക്രമണത്തെ ചെറുക്കുകയും ചെയ്തു. ഇവിടെ യുക്രൈന് നഷ്ടമായതിൽ 400 സൈനികരും ഉൾപ്പെടും. കൂടാതെ ഒരു M11-3 APC, പലാഡിൽ സ്വയം ഓടിക്കുന്ന ഹോവ്റ്റ്സർ, 2 പീക്കപ്പുകൾ, നിരവധി പീരങ്കി സംവിധാനങ്ങൾ എന്നിവയും തകർക്കപ്പെട്ടു. റഷ്യയുടെ സ്പാഡ് യുദ്ധ ഗ്രൂപ്പിന്റെ സൈന്യം വൻ നാശമാണ് യുക്രൈനിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. യഥാർത്ഥ നഷ്ടത്തിന്റെ കണക്ക് ഇനിയും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് യുക്രൈന്റെ ആയിരക്കണക്കിന് സൈനികർ കൊല്ലപ്പെടുകയും സൈനിക സംവിധാനങ്ങൾ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു റഷ്യ. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ വധിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും റിപ്പോർട്ടുകൾ വരികയാണ്. യുക്രൈൻ പാർലമെന്റ് മന്ദിരവും പ്രസിഡന്റിന്റെ കൊട്ടാരവും ഏതു നിമിഷവും ആക്രമിക്കപ്പെടുമെന്ന മുന്നറിയിപ്പും ഇതിനകം തന്നെ അമേരിക്കൻ രഹസ്യ അന്വേഷണ വിഭാഗം നൽകിയിട്ടുണ്ട്. കീവിലെയും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും എംബസികളും വൻ ആക്രമണ ഭീഷണിയാണ് നിലവിൽ നേരിടുന്നത്. റഷ്യ രോക്ഷാകുലരായി ഉറഞ്ഞുതുള്ളിയ ദിവസമായിരുന്നു ഡിസംബർ 23. അവർ ചോദിച്ചു വാങ്ങിയ തിരിച്ചടി ഇതെന്നാണ് ജർമ്മനിയും ഹംഗറിയും ഉൾപ്പെടെയുള്ള അമേരിക്കൻ ചേരിയിലെ രാജ്യങ്ങളും ഇപ്പോൾ വിലയിരുത്തി വരുന്നത്.